ഹായ് ഗൈസ്, ഞാൻ സിദ്ദിഖ് ഫൈസി. ഇന്നത്തെ വിഷയം ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണെങ്കിലും പണം ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള 5 ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ UAE കേസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഹുദ ഖത്തർ എന്ന ലേഡി ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ബിൽഡ് എടുത്ത ബ്രാൻഡാണ് ഹുദ ബ്യൂട്ടി എന്ന ബ്രാൻഡ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ 0 പ്ലാറ്റ്ഫോം ഉള്ളവർക്കും അതേപോലെ തന്നെ എക്സ്പേർട്ട് ആയവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാകുന്ന 5 പോയിന്റ്സുകളാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. അതായത് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാം വാങ്ങിയിട്ട് മറിച്ചു വിൽക്കുക. അതായത് അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അത് എന്നിട്ട് ഇന്ത്യയുടെ പുറത്തുള്ള ആളുകൾക്ക് മറിച്ചു വിൽക്കുന്നു. നമുക്ക് കോളേജ് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നും ചെറിയ പൈസക്ക് അക്കൗണ്ട് വാങ്ങിയിട്ട് 10 ഇരട്ടിയായിട്ട് ഇന്ത്യയുടെ പുറത്ത് വിൽക്കാൻ പറ്റും. ഇന്ത്യയുടെ പുറത്ത് എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിലും അത് US ഡോളറിൻ്റെ ബേസിലായിരിക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഇൻസ്റ്റഗ്രാം ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്ത അക്കൗണ്ട് വാങ്ങിയിട്ട് മറിച്ച് വിൽക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസുകൾ പെർഫെക്റ്റ് ലുക്കായിരിക്കണം, അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ജെന്യൂൻ ആയിരിക്കണം. നിങ്ങൾ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് ഫുഡിനൊന്ന്, അല്ലെങ്കിൽ സലൂണിനൊന്ന്, അല്ലെങ്കിൽ ഈ കാറുകൾക്കൊന്ന്, അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനൊന്ന്. ഇപ്പോൾ ഏതെങ്കിലും എക്സാമ്പിളായി എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക്, ഇപ്പോൾ ഒരു ഫിറ്റ്നസ് കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ജെന്യൂനാണ്, നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ഡിമാൻഡാണ് അവിടെ വെക്കുന്നത്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താകാൻ പറ്റും, വിൽക്കാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. അതായത് ഇൻസ്റ്റഗ്രാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പേഴ്സണാലിറ്റിയായി മാറിയിട്ട് സ്പോൺസർഷിപ്പിലൂടെ പണം ഉണ്ടാക്കുക. ഇത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങളുടെ അക്കൗണ്ട് ജെന്യൂൻ ആയിരിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ പെർഫെക്റ്റ് ലുക്കായിരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡുമായി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്, ജെന്യൂൻ ആണ്, നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താക്കും, കമ്പനി പ്രൊഡക്റ്റ് തരും, അതിനെപ്പറ്റി നിങ്ങൾ റിവ്യൂ ചെയ്യണം. പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റും, ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത നാലാമത്തെ പോയിന്റ്, ഡ്രോപ്പ് ഷിപ്പിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം അഫ്ലൈറ്റ് മാർക്കറ്റിംഗ് എന്താണ്. അതായത് ആമസോണിൽ ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതുവഴി ആരെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പേജ് വ്യൂ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് എന്തെന്ന് പറയുന്നത്, അഫ്ലൈറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. സ്വന്തമായിട്ടൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് US നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ചൈനയിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്നാൽ ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഞാൻ ഹാൻഡിൽ ചെയ്ത് തരാം, അതേപോലെ തന്നെ എങ്ങനെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാം, ഹാഷ്ടാഗ് എങ്ങനെ ഉപയോഗിക്കാം, ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നെല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരുടെ പേജ് നിങ്ങൾ മാനേജ് ചെയ്ത് കൊടുക്കുന്നു. അതുവഴി നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളുടെ സർവീസ് സാറ്റിസ്ഫാക്ഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, മന്ത്ലി നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ 5 പോയിൻറ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.